നമസ്കാരം. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പെട്ടെന്ന് നിലച്ചു പോവുകയും അതുവഴി തന്നെ മസ്തിഷ്ക കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ അറ്റാക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയും. ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ മുൻകൂട്ടി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ആളെ എത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു റീകവറി സാധ്യമാവും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യേണ്ട ഒരു വിഷയം കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡോക്ടർ സജിത ദേജിൻ. ഇതിൽ നമുക്ക് ഈ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതാണ് എന്ന് അറിയുന്നതാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. അവയർനെസ് കൊടുക്കുന്ന സമയത്ത് പറയുന്ന ഒരു ന്യൂമോണിക് ഉണ്ട്, ബി ഫാസ്റ്റ് എന്നുള്ളത്. അതിൽ ബി എന്നുള്ളത് ബാലൻസ് ആണ്. ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നടക്കുന്ന സമയത്ത് ചിലപ്പം ബാലൻസ് തെറ്റുന്നത് പോലെ അവസ്ഥ, മുന്നോട്ടായുന്നത് പോലെ, ശരിയായിട്ട് നടക്കാൻ കഴിയാതെ വേച്ച് നടക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാം. അതുപോലെ ഇ എന്ന് പറയുന്നത് ഐ പ്രോബ്ലം ആണ്. അല്ലെങ്കിൽ ചില സമയത്ത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പിക്ചറോ ഒക്കെ ആണെങ്കിലും രണ്ടായിട്ട് കാണുന്നതോ, അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് മൂടിക്കഴിഞ്ഞിട്ട് ഒരു കണ്ണ് മുഴുവനായിട്ട് കാണാൻ പറ്റാതെ വരികയോ, ഇങ്ങനെ വിഷനിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. അല്ലെങ്കിൽ തലയ്ക്ക് പുറകു വശത്തായിട്ട് നല്ല അസഹ്യമായിട്ടുള്ള വേദന അനുഭവപ്പെടും. ഇങ്ങനെയുള്ള കണ്ണിന് വരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഫാസ്റ്റ് എഫ് എന്ന് പറയുന്നത് ഫേഷ്യൽ ഡ്രൂപ്പിംഗ് ആണ്. സാധാരണ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് വ്യക്തിയോടൊന്ന് ചിരിക്കാൻ പറയുകയാണെങ്കിൽ ചിരിക്കുന്ന സമയത്ത് മുഖമൊക്കെ തന്നെ കോടി പോകുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ആം എന്നുള്ളതാണ്, ആം ഡ്രിഫ്റ്റിംഗ് എന്ന് പറയും. ഒരു 10 സെക്കൻഡ് വരെയൊക്കെ തന്നെ നമ്മുടെ 2 കൈകളും ഇതുപോലെ ഇങ്ങനെയൊന്ന് ആ ഒരു പൊസിഷനിൽ തന്നെ നിർത്താൻ പറയുക. പക്ഷേ അത്തരം ബുദ്ധിമുട്ടുകളുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ഔട്ട് അല്ലെങ്കിൽ താഴേക്ക് തന്നെ ഡ്രിഫ്റ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എസ് എന്ന് പറയുന്നത് സ്ലറിങ് ഓഫ് സ്പീച്ചാണ്. നമുക്ക് ശരിയായിട്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യമെങ്കിലും സംസാരിക്കാൻ ആവശ്യപ്പെടുക, അപ്പോൾ ശരിയായിട്ട് സംസാരിക്കാൻ പറ്റാതെ വരിക, വാക്കുകൾക്ക് അവ്യക്തമായിട്ടുള്ള വാക്കുകളായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെയോ. അങ്ങനെ ശരിയായിട്ട് നമുക്ക് സംസാരം മനസ്സിലാവാത്തൊരവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമയം എന്നുള്ളത്. വളരെ പെട്ടെന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പൊതുജനങ്ങളുടെ അറിവിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്.